ചിലപ്പോഴൊക്കെ നമ്മള് വലിയ മോളുകളിലും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും പാരന്റ്സിന്റെ പിന്നാലെ പിള്ളേര് വലിയ വലിയ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയണത്. ചില പിള്ളേര് അവിടെ കിടന്നുകൊണ്ട് ഉരുളും, കമന്ന് കിടന്ന് കരയും, മലർന്ന് കിടന്ന് കരയും. പിന്നെ ഗതി മുട്ടിയിട്ട് പാരന്റ്സ് എന്താ ചെയ്യാന്ന് പറയും, എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, ഈ പിള്ളേര് ഇങ്ങനെ കരഞ്ഞ് നാട്ടുകാർ ശ്രദ്ധിക്കാണല്ലോ, അപ്പൊ നാണം കെടും എന്നും നമുക്കൊരു ഉറപ്പ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സാധനം വാങ്ങി കൊടുക്കും. അപ്പൊ ആ കുട്ടി മനസ്സിലായിരിക്കാം, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. ഇനി അടുത്ത ദിവസം ഇതിലും വലിയ സാധനം പറഞ്ഞിട്ട് അവൻ കരയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ഒരു അഭിപ്രായത്തിലേ ചെറുവക സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് വാങ്ങി കൊടുത്ത കുട്ടികളല്ലേ, അവർ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് താങ്ങാൻ പറ്റാത്ത നമ്മുടെ പേഴ്സിൽ കാശില്ല എന്നുണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ടും അവന് അവിടെ കിടന്ന് കരയാണെങ്കിൽ അവിടെ കിടന്ന് കരയട്ടേന്നേ. ഇന്ന് വരെ കരഞ്ഞിട്ട് ഒരു പിള്ളേരും ചത്തുപോയിട്ടില്ല. നമുക്ക് ചില പാരന്റ്സിന് ഒരു ധാരണയുണ്ട്, വാശി പിടിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വാങ്ങി കൊടുത്തില്ലെങ്കിൽ കുട്ടികളുടെ സ്നേഹം പോകുന്നു. വെറുതെയാ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി